സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകളിലെ അംഗങ്ങൾക്കുള്ള പെൻഷന്റെയും ആനുകൂല്യങ്ങളുടെയും കുടിശ്ശിക നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പാവപ്പെട്ടവന് കിട്ടേണ്ട പണമാണ് കുടിശ്ശികയാകുന്നതെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ എം വിൻസെന്റ് MLA ആരോപിച്ചു. സർ, ഒരു ആയുസ് മുഴുവനും ജോലി ചെയ്ത് അംശാദായം അടിച്ച തൊഴിലാളികൾ പെൻഷൻ കിട്ടാതെ 15-17 മാസം പെൻഷൻ കിട്ടാതെ എങ്ങനെ ജീവിക്കുമെന്ന് സർക്കാർ ചിന്തിച്ചിട്ടുണ്ടോ? സർ, ബ്രൂവറികളും ഡിസ്റ്റിലറികളും ഉണ്ടാക്കാനുള്ള പരക്കമ്പാച്ചിലിനിടയിൽ ഈ പാവപ്പെട്ട അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വരേണ്ടതാണ്. സർ, ഈ അടിസ്ഥാന വർഗമല്ലേ സാർ ഈ സർക്കാരിന്റെ അധികാരത്തിൽ കൊണ്ടുവന്നത്, അല്ലാതെ ഒയാസിസ് കമ്പനി അല്ലല്ലോ സാർ. സാർ, കൊല്ലമല്ലേ സാർ ഈ കശുവണ്ടി തൊഴിലാളികളുടെ സ്ഥലം? നിങ്ങളവിടെ സമ്മേളനം നടത്തിയ സ്ഥലമല്ലേ സാറ്? നിങ്ങൾക്കൊരു മനസാക്ഷി കുത്തില്ലാതെ അവിടെ സമ്മേളനം നടത്താൻ കഴിഞ്ഞോ സാർ? ആ കശുവണ്ടി തൊഴിലാളികളുടെ കുടിശ്ശികയെങ്കിലും കൊടുത്തിട്ട് വേണ്ടേ സാർ അവിടെ നിങ്ങൾ സമ്മേളനം നടത്താൻ? സാറെ, പരിപ്പൂടെ മാറ്റി ഇപ്പോൾ ഈ കശുവണ്ടി കുറയ്ക്കുന്ന സമയത്തെങ്കിലും ഈ കശുവണ്ടി തൊഴിലാളികളൊന്ന് ഓർക്കേണ്ടതായിരുന്നു. കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. തൊഴിലാളികൾക്ക് വേണ്ടി പ്രതിപക്ഷം മുതലക്കണ്ണീർ ഒഴുക്കുകയാണെന്ന് മന്ത്രി ആരോപിച്ചു. 3 മാസക്കാലത്തെ കുടിശ്ശികയുണ്ട്. 3 മാസക്കാലത്തെ കുടിശ്ശിക എല്ലാ ക്ഷേമനിധി ബോർഡിലും 5 മാസക്കാലത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. റോൾ 300 അനുസരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അന്ന് 5 മാസ കുടിശ്ശികയിൽ 2 മാസം ഏകദേശം 2000 കോടി രൂപ ഈ വർഷം കൊടുത്തു തീർത്തു. അടുത്ത വർഷം 3 കുടിശ്ശികയും കൂടി കൊടുത്തു തീർക്കും. ആ 3 കുടിശ്ശിക ഉണ്ടെന്നുള്ളത് നിയമസഭയിൽ അംഗീകരിച്ചതാണ്. നമ്മൾ കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞു. അതിന്റെ അടിയന്തര പ്രമേയത്തിന്റെ ആവശ്യമുണ്ടോ സാർ? മുതലക്കണ്ണീർ ഒഴുക്കുക എന്ന് പറഞ്ഞാൽ മുതല പിണങ്ങും. സാധാരണ മുതലക്കണ്ണീർ എന്ന് പറയുമ്പോൾ ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ എരയെ തിന്നുമ്പോൾ കണ്ണീര് വരുന്നതാണ്. അതിനേക്കാളും കഷ്ടമായ തരത്തിലാണ് ഇവിടെ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് നിങ്ങൾ ഈ തൊഴിലാളിക്ക് വേണ്ടി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ കുടിശ്ശിക സഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ കുടിശ്ശിക ക്ഷേമനിധി, അതായത് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ അടക്കം നിരവധി പേർക്ക് പെൻഷൻ കുടിശ്ശിക ലഭിക്കാനുണ്ട് എന്നാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയപ്പോൾ ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു ആവശ്യം. ഇതിന്റെ പേരിൽ തന്നെ വിവിധ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ എം വിൻസെന്റ് MLA ആണ് നോട്ടീസ് നൽകിയത്. നോട്ടീസിൽ എം വിൻസെന്റ് MLA വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഒയാസിസ് കമ്പനി അല്ലല്ലോ സാധാരണ അടിസ്ഥാന വർഗമല്ലേ സർക്കാരിനെ പിന്തുണയ്ക്കുന്നത്, എന്നാൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടേ എന്നാണ്. അതോടൊപ്പം തന്നെ കശുവണ്ടി തൊഴിലാളികൾക്കടക്കം കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നടക്കം, അതായത് നിരവധി പേർക്ക് കുടിശ്ശികയായി പണം നൽകാനുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിച്ചത്. ഈ കുടിശ്ശികയായി തന്നെ ഈ ക്ഷേമനിധി പെൻഷൻ പലർക്കും ലഭിക്കുന്നില്ല. തൊഴിലാളികൾ പണം അടച്ചതിന്റെ അതേ തുക പോലും ലഭിക്കുന്നില്ല എന്നടക്കം പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. ഇതിനെ KN ബാലഗോപാലാണ്, ധനമന്ത്രിയാണ്, തൊഴിൽ മന്ത്രിക്ക് പകരം ഇതിന് മറുപടി നൽകിയത്. അദ്ദേഹം വ്യക്തമാക്കുന്ന ക്ഷേമനിധി ബോർഡുകളിൽ 3 മാസത്തെ കുടിശ്ശിക ഉണ്ട്. അത് സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നാണ് അറിയുന്നത്. ഇതുവരെയും കുടിശ്ശിക വലിയ രീതിയിൽ മാറ്റിവെച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ കുടിശ്ശിക നൽകിയത് ഈ സർക്കാർ തന്നെയാണെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. കേന്ദ്ര നയങ്ങൾ കാരണം ബുദ്ധിമുട്ടുണ്ടായിട്ടും ഈ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ ശ്രമിക്കുന്നു. അത് പലതും കൊടുത്തു തീർത്തിട്ടുണ്ട് എന്നാണ്. അതോടൊപ്പം തന്നെ വിവിധ കണക്കുകൾ നിരത്തിയപ്പോൾ പ്രതിപക്ഷത്തിൻ്റേത് കയ്യടി വാങ്ങാനുള്ള ശ്രമമാണെന്നും, എന്നാൽ സർക്കാർ കൃത്യമായി കുടിശ്ശിക കൊടുത്തു തീർക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ബ്രൂവറി അനുവദിച്ചത് സർക്കാരിന്റെ പണം സംസ്ഥാനത്ത് നിന്ന് പുറത്തു പോകാതിരിക്കാനാണെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് മറുപടിയായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. അതിനുള്ള അനുമതി നിഷേധിക്കുകയുണ്ടായി. അതിനുശേഷം വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷം കണക്കുകൾ നിരത്തിയാണ് പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചത്. അതായത് 1 കോടിയിലധികം തൊഴിലാളികൾ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ അംഗമാണ്. 2200 കോടിയോളം രൂപ പെൻഷൻ കുടിശ്ശികയുണ്ടെന്നും ക്ഷേമനിധി ബോർഡുകൾ പൂട്ടുന്ന അവസ്ഥയിലാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മന്ത്രി പറഞ്ഞ കണക്കുകളെല്ലാം തെറ്റാണെന്നും 14 ലക്ഷം അംഗങ്ങളാണ് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിലുള്ളത്. അതിൽ 5 ലക്ഷത്തിലധികം ധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു എന്നടക്കം കാര്യങ്ങൾ പറയുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ക്ഷേമനിധി പെൻഷന് അവരടച്ച തുക പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ പല കുടിശ്ശികയും ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണെന്ന് വ്യക്തമാകുന്നുണ്ട്. കശുവണ്ടി തൊഴിലാളികളും അതുപോലെ കൈത്തറി തൊഴിലാളികളും അംഗൻവാടി ജീവനക്കാരും ഒക്കെ പെൻഷൻ ലഭിക്കാതെ ബുദ്ധിമുട്ടി ജീവിക്കുകയാണെന്നും അവർക്ക്
അവർക്ക് പണം അനുവദിക്കുന്നില്ല എന്നും അതിനുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ടത് വളരെ അനിവാര്യമാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഈ വിമർശനങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ 40 ലക്ഷത്തോളം തൊഴിലാളികൾ ആനുകൂല്യം ലഭിക്കാതെ കിടക്കുകയാണ്. അവർക്ക് ആനുകൂല്യം നൽകണമെന്നാണ് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു പോയത്. ഏതായാലും വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ കാര്യമായി തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും അത് ചർച്ച ചെയ്യാതെ പോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിര ശരി വിഷ്ണു.